നമസ്കാരം. ജി കാർത്തികേയൻ എന്ന രാഷ്ട്രീയ ഗുരുവിന്റെ തണലിൽ വളർന്ന് കോൺഗ്രസിലെ തിരുത്തൽവാദത്തിന്റെ തീച്ചൂളയിൽ പഴുത്തെടുത്ത വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് നടന്നു കയറുന്നത് ചരിത്രപരമായ കാവ്യനീതിയായി രാഷ്ട്രീയ കേരളം അടയാളപ്പെടുത്തും. പറവൂർ മണ്ഡലത്തിൽ ആദ്യ അംഗത്തിൽ നേരിട്ട പരാജയത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് മണ്ഡലത്തിൽ വേരുറപ്പിച്ച് തുടർച്ചയായി 5 വിജയങ്ങൾ കൊയ്ത ആ പാരമ്പര്യം സതീശന് കൈമുതലായുണ്ട്. ഒരിക്കൽ പോലും മന്ത്രിസ്ഥാനം അലങ്കരിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രി പദവിയിൽ എത്തുന്ന നേതാവായി സതീശൻ മാറുമ്പോൾ അത് പതിറ്റാണ്ടുകളായുള്ള അദ്ദേഹത്തിന്റെ അർഹതയ്ക്കുള്ള അംഗീകാരമായി മാറുകയാണ്. സതീശന്റെ മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള വഴിയിൽ ഏറ്റവും നിർണായകമായത് VM സുധീരന്റെ ഉറച്ച നിലപാടായിരുന്നു. ഗ്രൂപ്പ് വൈരാഗ്യങ്ങൾക്കപ്പുറം ഡൽഹിയിലെ സ്വാധീന ശക്തികൾക്കും വഴങ്ങാതെ സംസ്ഥാനത്തെ ജനവികാരവും അർഹതയും മാനിക്കണമെന്ന് സുധീരൻ ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്തി. ഇതിനൊപ്പം കെ മുരളീധരൻ നടത്തിയ ഗ്രൗണ്ട് റിയാലിറ്റി വിശകലനവും സതീശന് കരുത്തായി. താഴെത്തട്ടുള്ള പ്രവർത്തകരുടെ വികാരം അവഗണിക്കുന്നത് തിരിച്ചടിയാകുമെന്ന മുൻ KPCC പ്രസിഡന്റുമാരുടെ മുന്നറിയിപ്പ് ഹൈക്കമാൻഡിനെ പുനർചിന്തയ്ക്ക് പ്രേരിപ്പിച്ചു. KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും ഒപ്പം സതീശന്റെ പേരും ഉയർന്നപ്പോൾ തെരുവിൽ പ്രകടനങ്ങളും പോസ്റ്റർ യുദ്ധവും അരങ്ങേറിയിരുന്നു. MLA-മാരിൽ ഭൂരിഭാഗവും KCക്ക് അനുകൂലമായിരുന്നുവെങ്കിലും ഘടകകക്ഷികളുടെ പിന്തുണ സതീശന്റെ വിജയത്തിൽ ചാലകശക്തിയായി. മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും RSPയും സതീശൻ എന്ന പേരിൽ ഉറച്ചുനിന്നു. ഒടുവിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടലും വയനാടൻ രാഷ്ട്രീയ സാഹചര്യങ്ങളും കൂടിയായപ്പോൾ സതീശൻ എന്ന ചാണക്യതന്ത്രജ്ഞൻ മുഖ്യമന്ത്രി പദം ഉറപ്പിച്ചു. 2011 മന്ത്രിസ്ഥാനം കൈവെള്ളയിൽ നിന്നും വഴുതിപ്പോയപ്പോഴും ഗോഡ്ഫാദർ ഇല്ലാത്തവൻ എന്ന ലേബലിൽ തഴയപ്പെട്ടപ്പോഴും പതറാതെ നിന്ന സതീശൻ ഇത്തവണ തന്റെ രാഷ്ട്രീയ ഭാവി പണയപ്പെടുത്തിയാണ് പട നയിച്ചത്. UDF-നെ അധികാരത്തിൽ തിരിച്ചെത്തിച്ചെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം കോൺഗ്രസ് പ്രവർത്തകർക്ക് പുതിയ ഊർജ്ജമാണ് നൽകിയത്. ആത്മവിശ്വാസം വോട്ടെണ്ണൽ ദിനത്തിൽ 100-ലധികം സീറ്റുകളുടെ ഭൂരിപക്ഷമായി മാറിയപ്പോൾ സതീശൻ എന്ന നേതാവിന്റെ പ്രസക്തി ഏവർക്കും ബോധ്യപ്പെട്ടു. അധികാരത്തിന്റെ കടിഞ്ഞാണ് ഏൽക്കുമ്പോൾ എല്ലാവരെയും ഒരുമിപ്പിക്കുക എന്ന വലിയ ദൗത്യം ഇനി സതീശനുണ്ട്. NSS ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകളുടെ എതിർപ്പുകളെ അതിജീവിച്ചാണ് അദ്ദേഹം ഈ സ്ഥാനത്തെത്തിയതെന്നതും ശ്രദ്ധേയം. ജി കാർത്തികേയന്റെ വത്സല ശിഷ്യനായി രാഷ്ട്രീയ ഗോതയിൽ ഇറങ്ങിയ തിരുത്തൽവാദി ഇന്ന് കേരളത്തിന്റെ കപ്പിത്താനായി മാറുമ്പോൾ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കം കൂടിയാണ്. അഴിമതിരഹിതവും സുതാര്യവുമായ ഭരണം എന്ന ജനങ്ങളുടെ പ്രതീക്ഷ സതീശൻ എങ്ങനെ നടപ്പിലാക്കുമെന്നാണ് ഇനി ഉറ്റുനോക്കപ്പെടുന്നത്. എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തി പുതിയ കേരളം പണിയുക എന്ന വെല്ലുവിളി ഏറ്റെടുത്ത് വി ഡി സതീശൻ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഇനിയും കാണുന്നത്. എന്തായാലും വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവ്, എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ, ചാണക്യൻ, തെരഞ്ഞെടുപ്പ് ബുദ്ധികേന്ദ്രം ഏറ്റവും ഒടുക്കം അധികാരത്തിലേക്ക് ഏറുകയാണ്. വീണുകിടന്നിരുന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആത്മവിശ്വാസം നൽകി എണീൽപ്പിച്ച് കേരളത്തിന്റെ 2 ഇടതുപക്ഷ സർക്കാർ കെടുത്തിക്കളഞ്ഞ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിച്ച അവരുടെ മുന്നിൽ നിന്ന് നെടുനായകത്വം വഹിച്ച വി ഡി സതീശനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വരുന്നത്. പട നയിച്ചവൻ കേരളം ഭരിക്കട്ടെ എന്ന് കേരളം പറഞ്ഞപ്പോൾ, ജനങ്ങൾ പറഞ്ഞപ്പോൾ, ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്ത കോൺഗ്രസ് ഇതര ആളുകൾ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് PR സ്റ്റണ്ടാണ്. ഏറ്റവും ഒടുക്കം ഹൈക്കമാൻഡിനും അത് ബോധ്യപ്പെട്ടിരിക്കുന്നു. കൃത്യമായ നിലപാടുകളോടെ വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത്.